അമേരിക്കയിലെ പൂളുള്ള ഒരു വില്ല കണ്ടാലോ. ഡാലസിലെ സണ്ണിവെയിൽ എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ സണ്ണിവെയിലിൽ ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നൊരു ടൈമാണ്. ഇവിടെ ഏകദേശം 7 മണി ആവുന്നു, എന്നിട്ട് പോലും അസ്തമയം ആയിട്ടില്ല. 7 മണി സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു 9 മണിയൊക്കെ ആവും ഏകദേശം ഇരുട്ടായി വരാൻ. അതാണ് ഇവിടുത്തെ കാര്യം, അസ്തമയ സൂര്യൻ. പക്ഷേ 7 മണി ആയി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞ് 7:30 ആവാറായി, എന്നിട്ടും അസ്തമയ സൂര്യൻ പോയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു അസ്തമയ സൂര്യൻ 7 മണി കഴിഞ്ഞിട്ടും ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അപ്പം ഇതാണ് സണ്ണിവെയിൽ, ഡാലസിലുള്ള സണ്ണിവെയിൽ നിന്നുള്ള അസ്തമയ സൂര്യൻ്റെ ഒരു വീഡിയോ, കൂടാതെ പൂൾ വില്ലയുടെ ഒരു വീഡിയോ. ഇതാണ് ഈ വീടിൻ്റെ ഔട്ട്സൈഡ്. ഇങ്ങനെ ഇത് സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. അങ്ങനെ സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. ഇതാണ് ഈ വീടിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത്. ഒത്തിരി സ്ഥലമുണ്ട് ഇവർക്ക്, ഫുള്ളിങ്ങനെ ഒരുപാട് സ്ഥലമുള്ള പൂൾ വില്ലയാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഒത്തിരി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട്. ഓരോരോ ചെടികൾ, പേരൊന്നും പറയാൻ അറിയത്തില്ല, അതുകൊണ്ടിങ്ങനെ ഓരോരോ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു നാടൻ തനിമയുള്ള ഒരു വീടാണ്. നാടൻ തനിമയുള്ള ഒരു വീടാണ്. ഇത് അമേരിക്കയിലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. എന്നാലും ഇത്രയൊക്കെ സെറ്റപ്പുകൾ അമേരിക്കയിലുണ്ട്. ഇതാണ് ഇവരുടെ വീടിൻ്റെ പുറം കാഴ്ചകൾ. അങ്ങനെ നല്ല അതിവിശാലമായ ഏരിയയാണ്. ഇങ്ങനെ ഇതൊരു ഫാം ഹൗസ് പോലെയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന്, ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ, കാര്യമായ വീടുകളൊന്നും ഇവിടെ ഇല്ല. ഒരു വീടും ഒരു ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളും, പിന്നെ അടുത്തൊരു വീടും. ഇത് വേറൊരു ടീമിൻ്റെ ഈ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫെൻസിങ് ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇവിടെ ഫെൻസിങ് ഒക്കെ അടിച്ചു വെച്ച് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നമ്മൾ നാട്ടിൽ വന്നിരിക്കുന്ന, നാട്ടിലുള്ള പോലത്തെ ഒരു ഫീല്, നാട്ടിലുള്ള ഒരു ഏരിയ, നാട്ടിൻപുറം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. വളരെ വലിയ അമേരിക്കയുടേതായ തിരക്കുകളൊന്നുമില്ല, ശാന്തമായിട്ടുള്ള ഗ്രാമീണ സുന്ദരമായ പ്രദേശമാണ്. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. പക്ക ഗ്രാമീണ സുന്ദരമായ പ്രദേശം. ഭയങ്കര കാറ്റാണ് ഇവിടെ. പക്ക ഗ്രാമീണ സുന്ദരമായ പ്രദേശം. ഇതാണ് അമേരിക്കയിലെ പൂൾ വില്ലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും സുന്ദരമായ സ്ഥലം കണ്ടപ്പം ഒന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മുടെ റിലേറ്റീവിൻ്റെ വീടാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പം അതൊന്ന് ഡാലസിലെ ഈ സുന്ദരമായ സ്ഥലം കണ്ടപ്പം ഒന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിസുന്ദരമായ ഗ്രാമീണ പ്രദേശം. ഓക്കെ, ഇതാണ് അമേരിക്കയിലെ പൂൾ വില്ല. അത്യാവശ്യം ബാക്കിലൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. ഇതാണ് പൂൾ ഏരിയ. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെയാണ് അതിൻ്റെ സെറ്റപ്പുകൾ. പൂളിലെ വെള്ളം ക്ലീൻ ചെയ്യുന്ന സെറ്റപ്പ്.
ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തൂടെ വാട്ടർ ക്ലീൻ ചെയ്ത് വരും. ആ ക്ലീൻ ചെയ്ത് വരുന്ന വെള്ളമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ പൂളിൻ്റെ ഏരിയ, പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഇരിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇരിക്കാനൊരു ചെറിയ സെറ്റപ്പുണ്ട്. അങ്ങനെയാണ്. ഇതാണ് അമേരിക്കയിലെ പൂൾ വില്ലയുടെ വിശേഷങ്ങൾ. അവിടെ ഒത്തിരി ചെടികളുണ്ട്. ഒത്തിരി നിറയെ ചെടികളാണ്. റോസാ ചെടികൾ ഉൾപ്പെടെ നിറയെ ചെടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ റോസിൻ്റെ ഒരു ചെടിയുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് നീന്താനുള്ള ഡൈവ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉള്ളത്. ഇവിടെ ഏകദേശം 9 അടി താഴ്ചയുണ്ട് ഈ പോർഷൻ. അപ്പറേ സൈഡ് ഏകദേശം 4 അടിയേ ഉള്ളൂ. ഇതാണ് അമേരിക്കയിലെ പൂൾ വില്ലയുടെ വിശേഷങ്ങൾ. ബാക്ക് സൈഡിൽ ഒത്തിരി സ്ഥലമുണ്ട്. ബാക്ക് സൈഡിലുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ. ശരിക്കും ഫാം ഹൗസ് പോലെയാണ്. ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നേരത്തെ ഇവർക്ക് ആ പോർഷനിൽ ചെറിയ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അപ്പം ഇതാണ് അമേരിക്കയിലെ പൂൾ വില്ലയുടെ വിശേഷം. ഇതാണ് അകത്തോട്ടുള്ള എൻട്രൻസ്. പുറകോട്ടിങ്ങനെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പ് പോലെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഇത്തിരി ദൂരെ മാറി ഒരു ചെറിയ വീടുണ്ട്. പിന്നെ അടി ആഴം ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഇത്ര അടി നിങ്ങൾക്ക് താഴെ കാണാൻ തോന്നും. 9 അടിയോളം ആഴം വരും ഇവിടെ താഴ്ചയ്ക്ക്. പിന്നെ ബാക്കിയൊക്കെ നല്ല സീനറി ഉള്ള ഏരിയകളാണ്. ഇത് ഒരു പൂൾ വില്ല ആണെങ്കിലും ഇതിങ്ങനെ ഒരു ഫാം ഹൗസ് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നാട്ടിലെ റോസാ ചെടിയുണ്ട്. റോസാ പൂവൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പൂവും ചെടിയും. ഇതിൻ്റെ ടോപ്പിലൊരു എന്തോ സംവിധാനമുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോപ്പിലെ സംവിധാനം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ ടോപ്പിലെ സംവിധാനം ഒന്ന് കാണാനായിട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. മേളിൽ നിന്ന് നമുക്കിതെല്ലാം കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. നല്ല രസമുള്ള കാഴ്ച. വാവ്! ഞാൻ മോളിൽ നിന്ന് പൂള് കാണാം. പൂളിൻ്റെ മേളിൽ നിന്നുള്ള എല്ലാ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ഇരിക്കാം. വെളിയിലോട്ടൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെ. സണ്ണിവെയിലെ ഈ സ്ഥലത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്.